സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ എൻ്റെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അറിയാം ഇങ്ങനെയാണ് ശോഭ ചേച്ചി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നും. എന്നെ പാർട്ടി നിയോഗിച്ചത് പാർട്ടി പറയുന്ന ഇടങ്ങളിൽ മത്സരിക്കുകയും അവിടെ പ്രസ്ഥാനത്തിന് കൂടുതൽ ആക്കം കൂട്ടുക എന്നുള്ളൊരു ദൗത്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ പാർട്ടി ഇങ്ങനെയാണോ കരുതുന്നതെങ്കിലോ ശോഭ ദേശീയ തലത്തിൽ കൂടുതൽ പോകട്ടെ, ശോഭയ്ക്ക് രാജ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം കൊടുക്കുക. ഒരു സ്ത്രീ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നതും ഒരു പുരുഷൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നതും രണ്ടാണ്. CPM-ന് രണ്ടാമത് ഭരണം കിട്ടാൻ കാരണം CPM-ന് ബദലല്ല UDF എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായതുകൊണ്ടാണ്. ധാരാളം ആളുകൾ വരാൻ പോകുന്ന നാളുകളിൽ BJP-യിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പം ഞാനൊരു BJP-കാരിയാണ്. ഞാനാണോ വേറൊരാളുടെ ഭക്ഷണം തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ ഭക്ഷണത്തെക്കുറിച്ചാണ് തീരുമാനിക്കുന്നത്. BJP-യുടെ കേരളത്തിലെ ഫയർ ബ്രാൻഡ് ലീഡറും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും BJP ദേശീയ മഹിളാ സമന്വയ സമിതി അംഗവുമായ ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ശോഭ സുരേന്ദ്രൻ. നമസ്തേ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുകയാണ് നിയമസഭയിലേക്ക്. ഇപ്പം കഴിഞ്ഞ നിയമസഭയുടെ സമ്മേളനവും കഴിഞ്ഞ ദിവസം സമാപിച്ചു. കേരളത്തിലെ BJP-യുടെ 6 ജില്ലാ കമ്മിറ്റികളാണ് താങ്കളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ മത്സരിക്കും? എന്തെങ്കിലും തീരുമാനമായോ? പാലക്കാട് ഉറപ്പിച്ചോ? അതായത് പാർട്ടിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാലക്കാട് മത്സരിച്ചു, മലപ്പുറത്ത് മത്സരിച്ചു, എറണാകുളം, തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആറ്റിങ്ങൽ, ആലപ്പുഴ, അപ്പോൾ എറണാകുളം. ഇപ്പം ഇങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് പാർട്ടി പ്രത്യേക സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുകയും അവിടെയൊക്കെ നമ്മൾ പോയി മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ കൂടുതൽ കേരളത്തിൽ സാധാരണഗതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പ്രവർത്തിക്കുന്ന ധാരാളം അറിയപ്പെടുന്ന നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ എന്നെ പാർട്ടി നിയോഗിച്ചത് പാർട്ടി പറയുന്ന ഇടങ്ങളിൽ മത്സരിക്കുകയും അവിടെ പ്രസ്ഥാനത്തിന് കൂടുതൽ ആക്കം കൂട്ടുക എന്നുള്ളൊരു ദൗത്യത്തോട് കൂടിയിട്ടാണ്. അത് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട്. പക്ഷേ സാധാരണ നിലയിൽ ഒരിടത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴല്ലേ കൂടുതൽ ജനപിന്തുണ കൂടുന്നത്? അത് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ നമുക്ക് വിജയത്തിന് സാധ്യത എന്ന് പറയുന്നത് അതായിരിക്കും. എന്നാൽ നമ്മളൊരു ജില്ലാ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ആളല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ശ്രീമാൻ കുമ്മനം രാജശേഖരൻജിയുടെ കൂടെ ജനറൽ സെക്രട്ടറിയായി, ശ്രീധരൻപിള്ള സാറിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ രാജീവ്ജിയുടെ കൂടെയും ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രസിഡന്റ് ചെയ്യുന്ന ജോലിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജോലി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ആളുകളിൽ പെട്ടവരാണ് ജനറൽ സെക്രട്ടറിമാർ. കോർ കമ്മിറ്റി അംഗവുമാണ്. കോർ കമ്മിറ്റി അംഗവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം യാത്രകൾ വേണ്ടിവരും. അങ്ങനെ നമുക്കൊരു പക്ഷേ ഒരു സ്ഥലത്ത് ഒരിടത്ത് മാത്രം നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിജയത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരിക്കലും യാത്ര ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA കേരളത്തിൽ അധികാരത്തിലെത്തിക്കുക എന്ന് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഞാൻ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ BJP-യുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിനകത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് സൗത്ത് ഇന്ത്യയിലും വലിയ പ്രഭാവം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രസ്ഥാനത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് 4500 വോട്ടോ 5000 വോട്ടോ ഉള്ള സ്ഥലങ്ങളിൽ 2004 പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. പാർട്ടി പറയുന്ന സ്ഥലത്ത് അതും ഇത്തവണ നമ്മൾ വെച്ച ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രസംഗത്തിന്, പ്രഭാഷണങ്ങൾക്ക്, അതുപോലെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് കുടുംബയോഗങ്ങൾക്കൊക്കെയുള്ള ഒരു സാഹചര്യവും ഇഷ്ടവും ഞാൻ അറിയിക്കുകയുണ്ടായി. പക്ഷേ അതല്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ നേരിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും മത്സരിക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു നിയോഗം വന്നാൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു എന്ന് പറയുന്നത് അത് ശരിയാണോ? അല്ല, ഇപ്പോൾ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരുകയും അതുപോലെ തന്നെ കോർ ഗ്രൂപ്പ് യോഗം ചേരുകയും ജില്ലാ തലത്തിൽ നിന്ന് കിട്ടുന്ന അവരുടെ അഭിപ്രായങ്ങൾ അത് ഈ കോർ ഗ്രൂപ്പ് യോഗത്തിൽ പരിശോധിച്ചതിന് ശേഷം ദേശീയ സമിതിക്ക് കൈമാറുക എന്നുള്ളതാണ്. അവിടെ അതെത്തുന്ന സമയത്ത് അവർ ഇലക്ഷൻ കമ്മിറ്റി യോഗമൊക്കെ ചേർന്നിട്ട് ഉചിതമായ രീതിയിൽ പലതും പരിശോധിച്ചിട്ടായിരിക്കും. ഇപ്പോൾ പ്രഭാരിയായിട്ട് വന്നിട്ടുള്ളത് വളരെ തഴക്കവും പഴക്കവുമുള്ള ഒരാളാണ് ശ്രീമാൻ വിനോദ് താവഡേജി. അദ്ദേഹം മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ ഒരാളാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സ്ത്രീ സാന്നിധ്യം എന്നുള്ള രീതിയിൽ കർണാടകയിൽ നിന്ന് ശോഭാ കരന്തലാജെയാണ് നമ്മുടെ സഹ ഇൻചാർജായി വന്നിട്ടുള്ളത്. കൂടാതെ
പരിണിതപ്രജ്ഞനായിട്ടുള്ള നമ്മുടെ ജാവേദ് കർജി അദ്ദേഹം ഇവിടെ മറ്റു സംഘടനാ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ആ ഒരു ചുമതലയുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കോ കൺവീനറായിട്ട് അവിടെയും നമുക്ക് കിട്ടിയിട്ടുള്ളത് അപരാജിത സാരംഗി എന്ന് പറയുന്ന കരുത്തയായിട്ടുള്ള ഒരു IAS ഓഫീസറും, പിന്നീട് അവർ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ തന്നെ വിജയിക്കുകയും MP ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ടീം കേരളത്തെ ശ്രദ്ധിക്കുന്നു. ഒപ്പം അതിനേക്കാൾ വലിയ ആളുകൾ അവരോട് എന്താണ് ഇവിടെ സൗത്തിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നു, പഠിക്കുന്നു എന്നുള്ളത് ഓരോ പ്രവർത്തകനും അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. മത്സരരംഗത്തുണ്ടാകും. അല്ല, മത്സരിക്കാൻ പാർട്ടി പറഞ്ഞു വന്നിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ വേണ്ട എന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പൊതുപ്രവർത്തകയെ സംബന്ധിച്ചില്ല. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇതാണ് കൂടുതൽ നന്നായിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയായിരിക്കും നന്നായിരിക്കുക എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞങ്ങളൊരു ജനാധിപത്യത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തായാലും പാർട്ടിയുടെ ഏറ്റവും പോപ്പുലർ ലീഡറാണ്. കാരണം 6 ജില്ലാ കമ്മിറ്റികളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് എന്നിട്ട് ഇത് ഈ ഒരു പാർട്ടിയിൽ ജനപിന്തുണ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് ഇതുവരെ BJPയുടെ പ്രസിഡൻ്റായില്ല? അല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇപ്പോൾ നമുക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല, അല്ല, ഞാൻ പറയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ടീം എന്ന് പറയുന്നത് രാജഗോപാൽജി മുതൽ, അല്ലെങ്കിൽ ശ്രീധരൻ മാസ്റ്റർ, തൃശ്ശൂരിലെ ശ്രീധരൻ മാസ്റ്റർ മുതൽ, ഇന്നും ശ്രീധരൻ മാസ്റ്ററും രാജേട്ടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, രാമൻപിള്ള സാറ്, അങ്ങനെയുള്ള ഒരുപാട് പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ച് കടന്നു വന്ന് പിന്നീട് ഇടക്കാലത്ത് ഞങ്ങൾ ഒരു ടീം ആളുകൾ, ഒരു 4 or 5 ആളുകൾ ഒപ്പത്തിനൊപ്പം രാഷ്ട്രീയ രംഗത്ത് കിടപിടിക്കാൻ സാധിക്കുന്ന, മാധ്യമങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ പത്രസമ്മേളനം നടത്താൻ സാധിക്കുന്ന, അതുപോലെ പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും, ഈവൻ ബൂത്ത് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് എന്തൊരു വിഷയം വന്നാലും അവിടെ എത്താനും ഒക്കെ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പാർട്ടിയിൽ വരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ മാത്രമേ അഖിലേന്ത്യാ ലീഡർഷിപ്പിന് സാധിക്കുള്ളൂ. എൻ്റെ ചോദ്യം എന്തുകൊണ്ട് താങ്കളെ സെലക്ട് ചെയ്തില്ല? അല്ല, എന്നെ സെലക്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടാവില്ല. കാരണം ഇന്നുള്ളവരെക്കാളെല്ലാം ചെറുത് ഞാനാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷ പദവി, അത് ആഗ്രഹം ഇപ്പോൾ എനിക്കും ശരി, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും ആഗ്രഹിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. അതിലുപരിയായിട്ട് എന്താണ് വേണ്ടത് ഈ സംഘടനയിൽ, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള, ഈവൻ ഒരുപക്ഷെ അങ്ങനെയുള്ള പലരുടെയും അഭിപ്രായ സ്വരൂപീകരണത്തിന് ശേഷമായിരിക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുക. അതിൽ ഒന്നും വേദനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ദേശീയ മഹിളാ സമന്വയ സമിതിയുടെ അംഗമായി അത് വലിയൊരു അംഗീകാരമാണ്. കാരണം രാജ്യത്ത് എനിക്ക് തോന്നുന്നു 12 പേരെ അതിലുള്ളൂ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ദേശീയ മഹിളാ സമന്വയ സമിതി എന്ന് പറയുന്നത് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീ സാന്നിധ്യത്തെ പാർട്ടിയിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും, അതോടൊപ്പം ഞങ്ങളുടെ മാതൃസംഘടനയിൽ പോലും പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായിട്ട് ഇടചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ബോഡിയാണത്. അപ്പോൾ അത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മഹിളാ മോർച്ചയുടെ സ്ത്രീകൾ മാത്രമല്ല, BJPയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, പോഷക സംഘടനയുടെയും പാർട്ടിയുടെയും സ്ത്രീകൾക്ക് ഒപ്പം തന്നെ സംഘപരിവാറിനകത്ത് ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, ഭാരതീയ മസ്ദൂർ സംഘം, അങ്ങനെയുള്ള ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ചിട്ടുള്ള അമ്മമാർ, സഹോദരിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് കൂടി സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നതിനെ പറയാൻ സാധിക്കില്ല, ഒരു കൂടിച്ചേരൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ചാർജ് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രവർത്തിക്കാൻ കൂടുതൽ സാഹചര്യം തന്നു. ആ മീറ്റിങ്ങിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ 3ാമനായിട്ടുള്ള ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി BL സന്തോഷിയുടെ തൊട്ടടുത്താണ് നമ്മൾ വേദിയിൽ, അതായത് സ്റ്റേജിൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു ഇത്രയും വലിയ ഒരു ചുമതലയാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തോന്നും. എൻ്റെ തൊട്ടിപ്പുറത്തിരുന്നത് മുൻപ് നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ മന്ത്രിയായിരുന്ന ഒരു സഹോദരിയാണ്. അവർ മഹാരാഷ്ട്രക്കാരിയാണ്. അവർ അവിടുത്തെ MOS ആയിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പുരന്ദരേശ്വരി മാഡമാണ്. അവരാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. NT രാമറാവുവിനെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ആ ഫാമിലിയിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ മഹിളാ മോർച്ചയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയത്തിന് കുറവുണ്ട് എന്നുള്ള ഒരവസ്ഥയേ ഉള്ളൂ. പ്രവർത്തിക്കാൻ പ്ലാറ്റ്ഫോം നമുക്കിപ്പോൾ ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എപ്പോഴും ചർച്ചയാവുന്ന, ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചർച്ചയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിന് എന്നൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും.
മുമ്പൊരിക്കൽ വലിയ ചർച്ചയായിരുന്നു. KR ഗൗരിയമ്മ, അവരൊരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട നേതാവ് കൂടിയായിരുന്നു. KR ഗൗരിയമ്മ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നേക്കും എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പം BJPയിൽ ഇപ്പം തന്നെ ഞാൻ നേരത്തെ 2 തവണ സൂചിപ്പിച്ച പോലെ 6 ജില്ലാ കമ്മിറ്റികളടക്കം കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് BJPക്ക് ജയസാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തുകൊണ്ട് BJP ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ തയ്യാറാവുന്നില്ല? അല്ല, പ്രസ്ഥാനത്തെ സംബന്ധിച്ച് BJP ഏതു കാലത്തും സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് ഒരു പക്ഷേ മുഖ്യമന്ത്രി പദവി വരുന്ന സമയത്ത് നോക്കിയിട്ടില്ല. എന്നാൽ സ്ത്രീ സംവരണം പോലും പ്രാവർത്തികമാക്കുന്നതിന് മുൻപ് ഈ പ്രസ്ഥാനത്തിൽ എത്രയോ കാലം പ്രവർത്തിച്ച നമ്മുടെ സന്യാസിനിയായിരുന്ന ഉമാഭാരതിജി മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നിട്ടുണ്ട്. സുഷമ സ്വരാജിനെ പോലെയുള്ള ആളുകൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുള്ള ശ്രീമതി രേഖ എന്ന് പറയുന്ന അവരൊക്കെ വളരെയധികം കഴിവും പ്രാപ്തിയും തെളിച്ചു. പക്ഷെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, മുഖ്യമന്ത്രി ആകണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ല. അതിലുപരിയായിട്ട് ഞാൻ എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ ബാലഗോകുലത്തിലൂടെയൊക്കെ കടന്നു വന്ന് ആ പ്രസ്ഥാനമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ വിശാലമായ അടിസ്ഥാനത്തിൽ വ്യക്തി എന്നുള്ളതിൽ നിന്ന് അത് വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക് എന്ന് പറയും. അപ്പോൾ വ്യക്തിയിൽ നിന്ന് സമാജത്തിലേക്ക് മാറുന്ന സമയത്ത് എപ്പോഴും പറയും, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഗുരുതുല്യന്മാരായിട്ടുള്ള ആളുകൾ ഒരു കാലത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, അതായത് ശോഭ ബാലഗോകുലത്തിലൂടെ വന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് മറന്നു പോയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യപരമായിട്ടുള്ള ചില തർക്കങ്ങളും ചർച്ചകളും ഒക്കെ വരുന്ന സമയത്ത് അവർക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആര് മുഖ്യമന്ത്രി പദവിയിലേക്ക് വരും അല്ലെങ്കിൽ ആരെ ചൂണ്ടിക്കാണിക്കും എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് LDFും UDFും എത്രയോ വർഷം കേരളത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കഴിഞ്ഞു. അങ്ങനെ നേതൃത്വം നൽകിക്കഴിഞ്ഞതിന് ശേഷവും ഈ രാജ്യം ഏതാണ്ട് 6 വർഷത്തോളം അടൽ ബിഹാരി വാജ്പേയി ഭരണത്തിന് നേതൃത്വം കൊടുത്തു. എത്രയോ വികസന സാധ്യതകൾ കേരളത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ നായനാരുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും അദ്ദേഹം നിങ്ങൾ ആവശ്യപ്പെടണം എന്ന് പറയുകയും സ്ത്രീകളുടെ മടിശീലയിൽ പണമുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ രാജ്യം മുഴുവൻ കൊണ്ടുവന്നപ്പോൾ അന്ന് അദ്ദേഹം എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ ഒരു സാങ്കത്യം ഇങ്ങനെയാണ്: നോർത്ത് ഇന്ത്യയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് കുഴിയിലാണ്ട കണ്ണുകളും വിശന്നൊട്ടിയ വയറുമായിട്ട് ജീവിക്കുന്ന ഒരമ്മ എന്നെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ മടിശീലയിൽ ഒരു നാണയത്തൊട്ട് പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ചങ്കു പിടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 24 മണിക്കൂറിനുള്ളിൽ സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ എന്നുള്ള ഒരു പദ്ധതി രാജ്യത്ത് അവതരിപ്പിക്കുകയും അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നായനാർ ആ പദ്ധതിക്ക് കുടുംബശ്രീ എന്ന് പേരിടുകയും ചെയ്ത അത്ര ചിന്താഗതിയുള്ള വീക്ഷണമുള്ള അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം കുടുംബശ്രീയുടെ ക്രെഡിറ്റ് അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും കേരളം ആവിഷ്കരിച്ച കുടുംബശ്രീ പദ്ധതിയെ അനുകരിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ പഠിക്കാൻ ആൾക്കാർ വന്നു. കുടുംബശ്രീ വന്നത് സ്ത്രീ ശാക്തീകരൺ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ തരം പോലെ മറച്ചു വെച്ചുകൊണ്ട് കുടുംബശ്രീയിൽ പോകുന്ന അമ്മമാരെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ അടൽജിയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ വിജയമായി. അല്ല, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ കുടുംബശ്രീക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും സ്ത്രീകൾ ഏറെ മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ്. ഏറെ മുന്നോട്ട് വരുമ്പോഴും കുടുംബശ്രീ നമുക്ക് നൽകി, പേര് ശ്രീമാൻ നായനാരിട്ടു. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യം ഭരിച്ചു. ഇപ്പോൾ അത് 3ാം വട്ടവും അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോഴും നമ്മുടെ സ്ത്രീകളുടെ, അമ്മമാരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, SC സമുദായത്തിലും ST സമുദായത്തിലും സാംബവ മഹാസഭയ്ക്കകത്തും അതുപോലെ തന്നെ ഈ മറ്റൊരു സഭ നമുക്ക് കാണാൻ സിദ്ധനാർ സഭയിലും ഒക്കെ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള 10-20 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവരുടെ അവസ്ഥ കൂടി നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പോയിന്റിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത്, നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൽ നമ്മുടെ കേരളം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ എന്നുള്ളതാണ്. ഇവിടെ ഗൗരിയമ്മയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇവിടെ നമുക്കറിയാം കുട്ടിമാളു അമ്മയെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ജനസംഖ്യ കാലഘട്ടത്തിലെ ദേവകിയമ്മയെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. രാധാ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഭരിക്കാൻ അധികാരം കിട്ടിയവർ അവർ മാതൃക സ്വീകരിച്ചിട്ടില്ല കേരളത്തിൽ എന്നുള്ളതാണ്. അവർ ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും UDFലെ ലതിക സുഭാഷിന് അവർ
തലമുണ്ടനം ചെയ്ത ഒരു സാഹചര്യം കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന സ്ത്രീക്ക് ചങ്ക് തകർന്നുകൊണ്ട് കാണേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി. എന്റെ ചോദ്യം, അവരാരും സ്വീകരിക്കാത്ത മാതൃക BJP സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അല്ല, BJP അതുകൊണ്ടാണ് ഇപ്പൊ എന്നോട് കേരളത്തിൽ ഒരു ചോദിച്ചല്ലോ. വനിതാ മുഖ്യമന്ത്രി വേണോ വേണ്ടയോ? അല്ല, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയില് വനിത ഇപ്പൊ പറഞ്ഞ എന്താണ്, ശോഭയ്ക്ക് എന്തുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് വരാൻ പാർട്ടി എന്തുകൊണ്ട് ഉയർത്തി കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ പാർട്ടി ഇങ്ങനെയാണോ കരുതുന്നതെങ്കിലോ, ശോഭ ദേശീയ തലത്തിൽ കൂടുതൽ പോകട്ടെ, ശോഭയ്ക്ക് രാജ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം കൊടുക്കുക, അവിടെ പോയി സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുക, ഇതാണ് അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുക്കുന്നതെങ്കിൽ അതിൽ തെറ്റില്ലല്ലോ. എൻ്റെ പോയിന്റ് എന്താണ്, ഞാനാകട്ടെ വേറൊരു സ്ത്രീ ആകട്ടെ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ ഇടത്തോടുകൂടി കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്ക് മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നിയമസഭയുടെ വാതിൽ തുറക്കുമ്പോൾ അവിടെ പുരുഷന് വേണ്ടി വഴിമാറിക്കൊടുക്കാൻ തയ്യാറാവാതെ പാർട്ടിക്കകത്തുള്ള ചർച്ചകളിൽ അതിശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിയമസഭയിൽ ആളുകൾ കൂടുതൽ സ്ത്രീകൾ വരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഞങ്ങൾക്ക് തന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗവൺമെൻറ് BJP നേതൃത്വം നൽകുന്ന ഒരു NDA ഗവൺമെൻറ് ഉണ്ടാകണം. ആ NDA ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. അവിടെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ അത് 48 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന വികസന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടുള്ള, ഇപ്പോൾ അങ്ങ് പോലും പറയുമോ, ഇവിടെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഉയർത്തി കാണിക്കാം. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ പുതിയൊരു മുഖം നൽകിയ പ്രസിഡന്റാണ്. ചോദ്യത്തിന് അല്ല, ഞാൻ പറയട്ടെ, അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് ഉയർത്തി കാണിക്കാം. അദ്ദേഹം മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടി സ്ത്രീകളെ പിന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയല്ല. കാരണം ഇവിടെ നിന്നൊരു കുഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു സ്ത്രീയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നിടത്ത്, ഇന്ത്യയുടെ മൂന്നാമൻ ഇരിക്കുന്നിടത്ത് ഒരു കസേര തരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയോ വലിയൊരു കാര്യമാണ്. താങ്കൾ എന്തായാലും തൃപ്തിയാണ് ആ കാര്യത്തിൽ? അല്ല, ഞാൻ പ്രവർത്തനത്തിൽ എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എത്രയോ തവണ കേരളത്തിൽ എത്രയോ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു. എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്, പ്രവർത്തിക്കാനുള്ള ശക്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം. എന്തായാലും കുറേ സഹോദരിമാർ കേരളത്തിലെ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഇത്തവണ തർക്കമില്ല. അത് തീർച്ചയായിട്ടും അല്ല, എൻ്റെ പാർട്ടിയിൽ നിന്നും തീർച്ചയായിട്ടും. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് വിജയിച്ച് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾ ഭരണപക്ഷത്തിൻ്റെ യഥാർത്ഥ കുറ്റങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ തെറ്റുകൾ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയുകയും വേണ്ടി വന്നാൽ കോടതിയിൽ പോകാനും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാത്ത പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ ആ റോളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിലകൊള്ളുമ്പോൾ, ആ റോൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJP മതി കേരളത്തിൽ എന്ന് ആളുകൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ താങ്കളുടെ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് താങ്കൾ ഒരു ഇടവേളയിൽ വളരെ ഒരു ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് താങ്കളുടെ ഒരു കഴിവും നേട്ടവും അന്നത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല, താങ്കൾ ഒരു ഘട്ടത്തിൽ എത്രമാത്രം സത്യമാണെന്നറിയില്ല CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്ന് വരെ അന്തരീക്ഷത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെയൊക്കെ സംഭവിച്ചത്? അല്ല, അന്തരീക്ഷത്തിൽ ഇപ്പോഴും ചില ആളുകളൊക്കെ, കഴിഞ്ഞ മാസം പോലും ഞാൻ അത്തരത്തിലൊരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവർ ക്ഷണിച്ചിട്ടുണ്ടോ? അല്ല, ശ്രീമാൻ ഹസനാണെന്ന് തോന്നുന്നു, UDFിലെ തന്നെ ഒരു തലമുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ വന്നാൽ എന്താ തകരാറ് എന്ന് ചോദിക്കുന്ന ഒരു ന്യൂസ് കോൺഗ്രസിലേക്ക്, ആ ഒരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിലേക്ക് വരികയുണ്ടായി. പക്ഷേ അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യപരമായിട്ട് നല്ല ചർച്ചകൾക്ക് സാധ്യതയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ആ ചർച്ചകൾ നമ്മൾ നടത്തും എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഞാനാണെങ്കിലും അതുപോലെ തന്നെ ശ്രീമാൻ സുരേന്ദ്രനാണെങ്കിലും ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ യുവമോർച്ചയിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ചിലപ്പോൾ പരസ്പരം അഭിപ്രായങ്ങൾ പറയും. ഇപ്പം ഞാനും പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ അത് പിന്നീട് ഒരു ഇടപെടാനും മുതിർന്ന ഒരാൾക്ക് ശോഭ ഇത് മതി അല്ലെങ്കിൽ സുരേന്ദ്രൻ ഇത് മതി എന്ന് പറയാനും ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു മാതൃ സംഘടന കൂടി ഞങ്ങൾക്ക് അപ്പുറത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അതിനെ തീർച്ചയായിട്ടും ന്യൂസായിട്ടൊക്കെ ചിലപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാധ്യമങ്ങളുടെ അല്ല, അങ്ങനെ അതിനെക്കുറിച്ച് എന്നോട് ആരും നേർരേഖയിൽ വന്ന് അത്തരമൊരു കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് അതെങ്ങനെ പറ്റുമെന്നുള്ളതാണ്. കാരണം താങ്കളുടെ ഒരു ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും
വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ്. അങ്ങനെ ഒരാൾ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പഴയ കഥയാണത്, കുറേ കാലം ഒന്നൊരു ഇനാക്റ്റീവ് ആയതുപോലെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. അതിനെന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ നേതൃത്വം എനിക്ക് തോന്നുന്നു താങ്കളെ നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവസ്ഥ? അതല്ല, അതായത് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് പാർട്ടിയുടെ കോർ ഗ്രൂപ്പാണ്. അപ്പോൾ ആ കോർ ഗ്രൂപ്പിനകത്ത് ഉള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ, അതായത് യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ സാധ്യതയുള്ളത്. അപ്പോൾ കുറേ ആളുകൾക്കിടയിൽ നിന്ന് സംസ്ഥാന തലത്തിൽ ഒരു ചുമതലയെടുത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് ഒരു പക്ഷേ എന്നെ അത്ര കണ്ടു എന്ന് വരില്ല. അപ്പോൾ അതിൽ മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതായത് ബാലഗോകുലത്തിലൂടെ ABVPയിലൂടെ BJPയിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ അതായത് ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും, പക്ഷേ ശോഭ ഈ ശരി ചെയ്താൽ മതി എന്ന് പറയാൻ അർഹതപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ എൻ്റെ മാതൃസംഘടനയ്ക്കകത്തുണ്ട് എന്നാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത്. അത് ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ യാതൊരു തരത്തിലുള്ള ചർച്ചയില്ല. പക്ഷേ ഞാനൊന്ന് കുറഞ്ഞാൽ, അതായത് ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ കുറച്ച് നാൾ കുറഞ്ഞു കണ്ടാൽ അതൊരു വലിയ ചർച്ചയുണ്ടാവും എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ശരിയാണ്. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നു. കാരണം ശോഭയെ കാണുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ രംഗത്ത് വന്ന് ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ ഞാനിപ്പോൾ എപ്പോഴും ഓരോ വാക്കുകളും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പ്രസ്ഥാനത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചതുപോലെ അത് എൻ്റെ വിജയത്തിനാണ്. എനിക്ക് ഒരു ചുമതലയെക്കുറിച്ചുള്ള ഒരു പാർട്ടിക്കകത്ത് ഒരു തർക്കം നടക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച നടക്കുമ്പോൾ അതിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ കാര്യം എന്ന് വരുന്നത്. അല്ല, എൻ്റെ കാര്യം പലരും അവരവരുടെ ഇതും കൂടെ അവരവരുടെ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള പോക്കും ശ്രദ്ധിക്കാറുണ്ട്. നോക്കൂ, വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പ്രവർത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്ത് ജനങ്ങൾക്കിടയിൽ നിന്നും നമുക്ക് മുന്നോട്ട് വരാം എന്ന് ഞാൻ പറയാം. എനിക്ക് ഒരു 13 വയസ്സ് മുതലാണ് ബാലഗോകുലം എന്ന് പറയുന്ന സംഘടനയിലേക്ക് എനിക്ക് പോകാനും കാണാനും ഒക്കെ സാധിച്ചത്. ഇത്രയും എക്സ്പീരിയൻസ് ആയില്ലേ. ചില ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു ശോഭയായിട്ട് മാറില്ലേ, കാരണം ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ. അപ്പോൾ എന്നിരുന്നാൽ പോലും ആ ജനാധിപത്യ ചർച്ചകൾ പ്രസ്ഥാനത്തിന്, അതായത് BJPക്ക് കൂടുതൽ ദോഷം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ശോഭ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ശോഭ കോൺഗ്രസിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ, എൻ്റെ പ്രവർത്തകർക്ക് ഹൃദയം വേദനിച്ചാൽ പിന്നെ ഞാൻ നോക്കിയിരിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ രംഗത്ത് വന്ന് മറുപടി പറയുക എന്നുള്ളതാണ്. അത് കേരളത്തിലെ എൻ്റെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അറിയാം, ഇങ്ങനെയാണ് ശോഭ ചേച്ചി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ ആരെങ്കിലും താങ്കളെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചുമതലകൾ വളരെ കുറഞ്ഞ ചുമതലകളാണ് ഉള്ളത്. കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരാൻ എല്ലായ്പ്പോഴും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് വ്യക്തിപരമായിട്ട് നമ്മളിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ചുമതല തരാമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ ഇത് കുടുംബമല്ല, ഇത് ഒരു വീട് മാത്രമല്ല. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ സമൂഹത്തിലേക്ക് പോകുമ്പോൾ ആ സൊസൈറ്റിക്കകത്ത് ഒരു പാർട്ടിയെ നമ്മൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വേദനയേക്കാൾ എത്രയോ വലുതാണ്, അല്ലെങ്കിൽ വ്യക്തിയുടെ ചിന്തകളേക്കാൾ എത്രയോ വലുതാണ് എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളുടെ കൂട്ടമായിട്ടുള്ള പാർട്ടി. അപ്പോൾ പാർട്ടിക്ക് പ്രാമുഖ്യം കൊടുക്കുക, വ്യക്തിയുടെ പ്രാമുഖ്യം സെൽഫ് നെക്സ്റ്റ് എന്നുള്ളതാണ്. മോദിജി എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ സ്വയം എന്നുള്ള വാക്കിനെ ഏറ്റവും അവസാനം പറയുക, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. ആ പോയിന്റിലൂടെ ഇപ്പം എന്തിനാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എത്ര തവണ കേരളത്തിൽ വന്നു? ശ്രീമാൻ അമിത്ഷാജി എത്ര തവണ കേരളത്തിൽ വന്നു? വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാമായിരുന്നല്ലോ, അതായത് BJP വളർന്നു വരുന്നതേ ഉള്ളൂ, മറ്റ് സ്റ്റേറ്റുകളിലായിരിക്കണം കൂടുതൽ ഫോക്കസ്. പക്ഷെ അത് ഞങ്ങൾ മാറ്റിമറിച്ചു. എത്ര അവഗണന ഉണ്ടായാലും ഇല്ലെങ്കിലും പാർട്ടിക്കൊപ്പം, അതാണ് അവഗണനയുടെ വിഷയം ഇനി ചർച്ചയേ ഇല്ല എന്നുള്ളതാണ്. എൻ്റെ പ്രസ്ഥാനത്തിനകത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപക്ഷെ പ്രസംഗിക്കാൻ കൂടുതൽ കഴിഞ്ഞു എന്ന് വരില്ല, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകാൻ കൂടുതൽ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഒരു ജില്ലയ്ക്കകത്ത് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ പുരുഷന്മാരുണ്ട്. ഇപ്പം വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്നോട് കുറച്ച് കൂടുതൽ ഇഴയെടുപ്പമുണ്ടാകാം,
സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഒരു സ്ത്രീയാണ് കടന്നു വരുന്നത്. ഒരു സ്ത്രീ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നതും ഒരു പുരുഷൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നതും രണ്ടാണ്. അങ്ങനെ വരുമ്പോൾ സ്ത്രീക്ക് ഇരട്ട ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഇരട്ട ജോലി ചെയ്ത് കരുത്താർജിച്ച് ഒരു സ്ത്രീ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ജനം അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കും. സമയമാകുമ്പോൾ ഏത് പദവിയിലും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അംഗീകാരം കൊടുക്കാൻ സമൂഹം നിർബന്ധിതമാകും എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു വന്നെന്താണ്, ദുഃഖകരമെന്ന് പറയട്ടെ, ഭരിക്കാൻ മുഖ്യമന്ത്രിയാകാൻ എത്രയോ വർഷം കിട്ടിയിട്ടും രണ്ട് മുന്നണികളും MLA-മാരുടെ എണ്ണത്തിൽ പോലും ജയിക്കുന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ കാണിക്കുന്ന ആ പിശുക്കാണ് എൻ്റെ സങ്കടം എന്ന് പറയുന്നത്. BJP കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കും. അല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും ധാരാളം സ്ത്രീകൾ ഇപ്പൊ ചുമതലയിലിരിക്കുന്നുണ്ട്. യുവമോർച്ചയിൽ തന്നെ നല്ല കരുത്ത് തെളിയിച്ചിട്ടുള്ള പെൺകുട്ടികളെ ഞങ്ങൾ അല്ല അവരെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും യുവാക്കൾക്ക് നല്ലൊരു പ്രാതിനിധ്യം. എന്താണ് BJP ഇത്തവണ പ്രതീക്ഷിക്കുന്ന നിയമസഭാ? അല്ല, ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് 20% വോട്ട് താമര ചിഹ്നത്തിൽ ബട്ടൺ അമർത്തിയിട്ടുള്ള ആളുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ 20% ഉള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് NDA-യിലേക്ക് കടന്നു വന്നിട്ട് 2020-യുടെ വരവുണ്ടായി. BDJS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളോടൊപ്പമുണ്ട്. നിരവധിയായിട്ടുള്ള LJP പോലുള്ള നിരവധിയായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ NDA സംവിധാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എണ്ണം പറഞ്ഞ നേതാക്കന്മാർ BJP-യിലേക്ക് വരികയാണ്. എത്ര സീറ്റ് കിട്ടും? അല്ല, ഞങ്ങളിവിടെ ഭരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. കേരളത്തിൽ NDA-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം, LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് രണ്ടാമത്തെ ടൈം CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ന് കൊടുത്തു. ഇപ്പോൾ അവർ ഭരണ തുടർച്ചയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് BJP അല്ലെങ്കിൽ NDA മറികടക്കാൻ പോകുന്നത്? CPM-ന് രണ്ടാമത് ഭരണം കിട്ടാൻ കാരണം CPM-ന് ബദലല്ല UDF എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായതുകൊണ്ടാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ് ഇത്രയേറെ അഴിമതി നടത്തി എന്ന് കേരളത്തിൽ ചർച്ച ചെയ്തതിന് ശേഷവും ആ കുറ്റകൃത്യങ്ങളിൽ ഫയൽ അവസാനിപ്പിക്കാത്ത സമയത്ത് കൂടി രണ്ടാമത് UDF-ന് വരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് BJP-യുടെ പ്രസക്തി. ഏറ്റവും വലിയൊരു കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള പുന്നപ്രയും വയലാറും ഉൾപ്പെടെയുള്ള ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് BJP-ക്ക് ഉണ്ടായി. 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ഒരു MP ഉണ്ടായി. പിന്നീട് ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം മാറി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കുറഞ്ഞ വോട്ടുകൾക്ക് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നു. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങളുടെ ഒരു വരവായിരുന്നു. ഞങ്ങൾ 90,000-ൽ നിന്ന് തുടങ്ങി. ഒരു തവണ എനിക്ക് അവസരം കിട്ടി, 2.5 ലക്ഷത്തിലെത്തി. 2.5 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞ വോട്ടിന് ശ്രീമാൻ V. മുരളീധരൻ പരാജയപ്പെട്ടു. അങ്ങനെ കണ്ണൂരിലേക്ക് പോലും പോയാൽ വിവിധ ഇടങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദൽ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെങ്കിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല അസംബ്ലിയിലേക്ക് നമ്മൾ കാത്തിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തും ഹരിപ്പാടും ഞങ്ങൾ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റായിരുന്നു. KC വേണുഗോപാലിനെ പോലെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കുന്നുവെന്നും KC വേണുഗോപാലിനൊരു ഇരട്ടപ്പേരിട്ടതും ഞാനല്ല, മണിശങ്കർ അയ്യറാ പറഞ്ഞത് കേരളത്തിൽ വന്ന്. ഞാനത് ആ പദത്തോട് യോജിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴയിൽ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ പരിശ്രമിച്ചിട്ട് കൂടി അവിടെ ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ചിരുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പല നിയോജക മണ്ഡലങ്ങളിലും അവർ ചെയ്തത് പ്രാദേശിക തലത്തിൽ BJP 20-ൽ നിന്ന് 30-ലേക്ക് എത്താതിരിക്കണം എന്നുള്ള ശ്രദ്ധയായിരുന്നു. ഇത്തവണ അത് നടക്കില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിൽ അന്തർധാര ഉണ്ടെന്ന് പറഞ്ഞാലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് രണ്ടുപേർക്കും ഗുണം ചെയ്യില്ല. മറിച്ച് കോൺഗ്രസ് ഭയപ്പെടുന്ന ഒരു നരേറ്റീവ് ഉണ്ട് ഇപ്പം. അതായത് BJP-യെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരത് അല്ലെങ്കിൽ മുക്ത കേരളം ഈ ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരണ്ട, എങ്കിൽ പിന്നെ CPM ഭരിച്ചോട്ടെ, അങ്ങനെ ഒരു അന്തർധാര ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു വന്നത് ആ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ചേരുകയും അഖിലേന്ത്യാ തലത്തിൽ വരെ അവരൊരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് കൂടി CPM-ന് ബദൽ കോൺഗ്രസ് അല്ലെന്നും കോൺഗ്രസിന് ബദൽ CPM അല്ലെന്നും ബോധ്യമുള്ളവർ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത് CPM-ന്റെ
ഇത്രയും ഒരു എന്താ പറയുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് യാതൊരു താല്പര്യവുമില്ലാത്തൊരു ഭരണം. കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഏറെ വേദികൾ കിട്ടിയിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കാത്ത ഒരു ഭരണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് BJP-ക്കാരായിട്ടുള്ള NDA-ക്കാരായിട്ടുള്ള കുറച്ച് മന്ത്രിമാരെ കേരളത്തിൽ സൃഷ്ടിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യം വരികയും ഒരിക്കലും അവർക്ക് പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ സീറ്റുകളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള സ്ഥലത്ത്, ഞങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർത്താൽ അത് അവരുടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ കൈകോർക്കില്ല. അവരിൽ ഒരാളെ ഇപ്പം കേരളത്തിലെ ഏതൊരു മണ്ഡലത്തിലും BJP വിചാരിച്ചാൽ അവിടെ ഒരു അട്ടിമറി നടത്താം. കാരണം എല്ലാ മണ്ഡലത്തിലും BJP-ക്ക് ഒരു സ്വാധീന വോട്ടുകളുണ്ട്. അന്നേരം എൻ്റെ ചോദ്യം, CPM-നെ അങ്ങനെ സഹായിച്ച് കോൺഗ്രസിനെ പുറത്ത് നിർത്താൻ BJP ശ്രമിക്കുമോ ഇല്ലയോ? ഞാൻ ഉത്തരത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നെന്താണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ LDF-നും UDF-നും പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കും. അവർ അവരുടെ പെട്ടികളിലേക്ക് വോട്ട് വീഴ്ത്തുമ്പോൾ എന്തുകൊണ്ട് BJP-ക്ക് ഭരണകൂടത്തിലേക്ക് നടന്നു വരാൻ സാധ്യതയുള്ളവർക്ക് വോട്ട് കൊടുത്തുകൂടാ എന്നുള്ള ചിന്ത വരികയും പാർലമെന്റിനേക്കാൾ കൂടുതൽ വോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പെട്ടിയിൽ വീഴുകയും ഞങ്ങൾക്ക് ഭരണകൂടത്തിലേക്ക് നടക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് BJP അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളെ ശോഭാ സുരേന്ദ്രൻ വളരെ വലിയ രീതിയിൽ അവതരിപ്പിച്ചായിരുന്നല്ലോ. ആരോഗ്യ മേഖലയിൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ക്രൂരതയാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നത്. അതിനർത്ഥം എല്ലാ മെഡിക്കൽ കോളേജിലെയും എല്ലാ ജില്ലാ ആശുപത്രിയിലെയും ഡോക്ടർമാർ കുഴപ്പക്കാരാണ് എന്നല്ല. നല്ലവരായിട്ടുള്ള, സമയം പോലും നോക്കാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, ഞാൻ ഇടതുപക്ഷക്കാരനാണെങ്കിൽ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളില്ല എന്ന് തുറന്നു പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വേട്ടയാടുമെന്ന് ബോധ്യമുണ്ടായിട്ടും ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ആളുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ആരോഗ്യ മേഖലയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതും കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് പരിതപിക്കേണ്ട സാഹചര്യം ഉണ്ടായതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾ വരുന്നുണ്ട്. അന്നേരം അവരെ, ആ മെഡിക്കൽ കോളേജുകളെ അപകീർത്തിപ്പെടുത്തുന്നത് സ്വകാര്യ മേഖലയെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണെന്നാണ് CPM ആരോപിക്കുന്നത്. പക്ഷെ ഞാൻ രേഖതരം, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിലകൊള്ളുന്നു എന്ന് എത്രയോ തവണ ഇന്നത്തെ അഖിലേന്ത്യാ ലീഡർ ശ്രീമാൻ MA ബേബിയും ശ്രീ പിണറായി വിജയനും ഒക്കെ പ്രസംഗിച്ച് തഴമ്പിച്ച ഒരു നാട്ടിൽ P1 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് 2021 4 കോടി രൂപ പാർട്ടി ഫണ്ട് വാങ്ങിയ രേഖ അത് നമുക്ക് വെബ്സൈറ്റ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഒരു ജോലിയും ഒരു വ്യാപാരവും ആ കമ്പനിക്ക് കേരളത്തിലുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് 10 വലിയ സ്വകാര്യ ആശുപത്രികളെ ആ കമ്പനി അവരുടെ മെയിൻ പാരന്റ് കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ വാങ്ങുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഒരു ഗൂഢാലോചന ഇവിടെ നിലനിൽക്കുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ ചോദ്യത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉത്തരം പറയണം. 15 ലക്ഷം വരുന്ന ഇൻ പേഷ്യൻ്റ് സർവീസ് പാവപ്പെട്ടവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയിൽ. ഇന്നത് 8 ലക്ഷത്തിന് താഴെയായി മാറി. മാത്രവുമല്ല, നമുക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സർജറികൾ, മേജർ സർജറികളുണ്ട്, ആ മേജർ സർജറികൾ 1/3 ചുരുങ്ങി. അപ്പോൾ എന്താ കാരണം? മേജർ സർജറി നടത്താൻ പാവപ്പെട്ടവന് പറ്റിയില്ലെങ്കിൽ 5 സെൻറ്റ് ഭൂമി വിറ്റിട്ടാണെങ്കിലും, അച്ഛൻ രോഗബാധിതനാണെങ്കിൽ, അമ്മ രോഗബാധിതയാണെങ്കിൽ, പിഞ്ചു കുട്ടി മരിക്കാൻ പോവുകയാണെങ്കിൽ ഭൂമി പണയം വെച്ചിട്ടാണെങ്കിലും സാധാരണ സംഘത്തിൽ കൊണ്ടുപോയി വിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടാണെങ്കിലും പോയി ചികിത്സ നടത്തും എന്നുള്ള സാഹചര്യം പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയെ കൂടുതൽ നിലനിർത്താൻ പരിശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ വിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ദിവസം എത്രയായി? ഇതുവരെ ഒരാളും പ്രതികരിച്ചില്ല. ശോഭയുടെ ആരോപണത്തിന് പാർട്ടി മറുപടി പറഞ്ഞില്ല. ഇപ്പം മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? അതായത് ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു സംഘടനയാണ്. അവർ മതരാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നി നിൽക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ 16ഓളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും അവരുടെ നാട്ടിലെ കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർ എങ്ങനെയാണ് ഭാരതത്തോട്
ഭാരതത്തെ പോലെ ആകേണ്ടത്, സ്വാതന്ത്ര്യം നേടേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ പോലും ഈ ശരീഅത്ത് നിയമമല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നിയമം നിലനിൽക്കുകയും ചെയ്തതിനു ശേഷം ഇവിടെ കുറേ തീവ്രവാദികൾ ചേർന്നിരുന്നു കൊണ്ട് ഈ ജമായത്ത് എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഹൈക്കോടതിയിൽ. അദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തത് ഇങ്ങനെയാണ്. എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് യുവാക്കളെ ദേശീയധാരയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞത് പോലും മറന്നുകൊണ്ടാണ് VD സതീശനെ പോലെയുള്ള ആളുകൾ 10 വോട്ടിന് വേണ്ടി ഭാവിയിലെങ്ങാനും എനിക്ക് ഒരു മുഖ്യമന്ത്രി കസേര കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റാണ്. അത് അപകടകരമാണ്, വളരെ അപകടകരമാണ്. കാരണം അത് കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? 1996 കാലഘട്ടത്തിൽ അവർ കൈവിട്ടു, പക്ഷെ അവരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീകരവാദ സംഘടനകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയും നിന്റെ മതം നിനക്കും എൻ്റെ മതം എനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാത മാത്രമാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശ്വാസികളുടെ വഴിക്ക് വിടുക എന്നുള്ള തീരുമാനമല്ലേ എടുക്കേണ്ടത്? SNDP NSS ഐക്യം, അതിനെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം ഐക്യത്തിലേക്ക് വരികയും പിന്നീട് അത് നടക്കാതെ പോവുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദായങ്ങൾക്കിടയിലുള്ള ഒരു ഏകീകരണം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്കത് വോട്ട് സൃഷ്ടിക്കാനുള്ള ഒരു കടമ്പയല്ല. നേരെ മറിച്ച് പഴയ കാലഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നവീകരണ ശ്രമങ്ങൾ, അതുപോലെ തന്നെ സാംബോ സമുദായത്തിൻ്റെ അധിപതിയായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, ശ്രീനാരായണ ഗുരുദേവൻ്റെ മുന്നേറ്റം, ഇതിനെല്ലാം, അതായത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ജാതി സംഘടനകൾ കൂടുതൽ, അതായത് അടിസ്ഥാന വർഗ്ഗക്കാരനും അതിനേക്കാൾ മുകളിലുള്ള ആളുകളും തമ്മിലുള്ള സ്പ്ലിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മന്നത്ത് അപ്പൂപ്പനെ പോലെയുള്ള അല്ലെങ്കിൽ മന്നത്ത് ആചാര്യനെ പോലെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പന്തി ഭോജനവും അതുപോലെ തന്നെ കേളപ്പജിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ മൂവ്മെൻറ്റും ഒക്കെ കേരളത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ നന്നായി മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ NSS SNDP ഐക്യം ഇന്ന് അത് തകർക്കാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ നന്നായി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കാന്തപുരം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കാണുകയുണ്ടായി. അത് ഏത് രീതിയിലാണ് ആ ഒരു ഇതിനെ കാണുന്നത്? കാന്തപുരം നരേന്ദ്രമോദിജിയെ കണ്ട് പുറത്തിറങ്ങി വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് ചില ആളുകൾക്ക് പ്രകോപനമുണ്ടാക്കി. കാരണം അവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാനാണ് പൗരത്വ നിയമം എന്ന് അവർ പറഞ്ഞു. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇവിടെ അപകടമാണ് ഏക സിവിൽ കോഡ് വന്നാൽ എന്നവർ പറഞ്ഞു. നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ കാശ്മീരിൽ നിന്ന് 370 എടുത്തു കളഞ്ഞത് തെറ്റാണ് എന്ന് അവർ പറയാൻ ശ്രമിച്ചു. ഇതെല്ലാം പറയാൻ ശ്രമിച്ച ശ്രീമാൻ VD സതീശന് ഈ കാന്തപുരത്തിൻ്റെ യാത്ര ഇഷ്ടമായില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഇന്ന് വളരെ വിവേകത്തോടുകൂടി ചിന്തിക്കുന്ന വലിയ ഒരു കൂട്ടം ആളുകൾക്ക് ഇന്ത്യയിൽ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. സമസ്തയും പറഞ്ഞു ജമായത്ത് ഇസ്ലാമി യുവാക്കളെ വഴിതെറ്റിക്കുകയാണ് എന്ന് അവരവരുടെ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, മുസ്ലിം യുവാക്കളെ. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടത് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വികസനം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പം തന്നെ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വലിയൊരു ഓപ്പറേഷൻ, അതായത് CPMൽ നിന്നുള്ള ഒരു വലിയ പാർട്ടി നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ BJPയിലേക്ക് ചേരും എന്നുള്ളൊരു വലിയ പ്രചാരണവും വാർത്തയുണ്ടായിരുന്നു. അതിൽ ഒരു റോള് വഹിച്ച ആളാണ് താങ്കൾ. അത് ശരിയായിരുന്നോ അതോ വെറും ഒരു പ്രചരണം മാത്രമായിരുന്നോ? ഇപ്പം ആരെങ്കിലും ഇനി അതുപോലെ വരാനുണ്ടോ? അല്ല, അത് 100% ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമുണ്ട്. പക്ഷേ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ലീഡർ, കണ്ണൂരിൽ നിന്നുള്ള ഒരു ലീഡർ, അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഫോൺ കോൾ വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു പിടച്ചിൽ എത്രയുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അദ്ദേഹം അതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നം നടത്തുകയുണ്ടായി. എന്തിനാണ് അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്നുള്ളതിൻ്റെ ഉത്തരം മുഖ്യമന്ത്രിയുടെ ഉള്ളിലുണ്ടാവും. അപ്പം ഞാൻ പറയുന്നതാണോ ശരി? ശ്രീമാൻ EP ജയരാജൻ പറഞ്ഞു എന്നെ ഒരുപാട് അപഹസിക്കാനും അതുപോലെ തന്നെ എനിക്കെതിരെ കുറേ കാര്യങ്ങൾ പറയാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ഞാൻ ചിരിക്കുകയാണ്.
ശരിയാണ്. കാരണം എന്താണെന്ന് അറിയുമോ, അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ അത് വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് പറഞ്ഞിട്ട് തന്നെ നിൽക്കുകയാണ്. അല്ല അത് കഴിഞ്ഞു, ജനങ്ങൾക്ക് ബോധ്യമായി, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അത് അദ്ദേഹത്തിനും അറിയാം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഇപ്പോഴേ വന്നിട്ടുണ്ടല്ലോ. ധാരാളം ആളുകൾ വരാൻ പോകുന്ന നാളുകളിൽ BJP-യിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു ഉത്തരമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ CPM വിട്ട് കോൺഗ്രസിലേക്ക് പോയ ഐഷ പോറ്റി BJP-യുമായി ചർച്ച നടത്തിയിരുന്നു എന്നൊരു വാർത്ത ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതിൽ ഇടപെട്ട ആളുകൾക്കേ അറിയൂ. കാരണം ഞാൻ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരിക്കലും എനിക്കതിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. അതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടാകാം. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോ ദിവസവും ഓരോരുത്തർ വരില്ലേ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിണിതപ്രജ്ഞനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ കരുണാകരൻ്റെ മകൾ ഇന്ന് BJP-യിലാണ് ഉള്ളത്. അതുപോലെ തന്നെ AK ആൻ്റണി സാറിൻ്റെ മകൻ അനിൽ ആൻ്റണി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ പാർലമെൻറ്റിൽ മത്സരിച്ച മിസ്റ്റർ രഘു കണ്ണൂരിൽ നിന്ന് നമ്മുടെ കൂടെ അദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ ഓരോ സമയത്തും BJP-യിലേക്ക് ഇടതു വലതു വ്യത്യാസമില്ലാതെ ആളുകൾ കടന്നു വരുന്നു. തീർച്ചയായിട്ടും വരും. കാരണം പാർട്ടി വിപുലപ്പെടും. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, വിവിധ മുന്നണികൾക്കകത്ത് നിൽക്കുന്ന ചെറുകക്ഷികൾക്കുൾപ്പെടെ ബോധ്യമായിട്ടുണ്ട്, ഇത് കേരളം മുന്നോട്ട് പോകുന്നില്ല, ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. വ്യക്തിപരമായ കാര്യമാണ്. ഭക്ഷണം നോൺ വെജിറ്റേറിയൻ കഴിക്കും? ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കും. ബീഫ് കഴിക്കും? ഇതുവരെ കഴിച്ചിട്ടില്ല. ബീഫ് മറ്റുള്ള താല്പര്യമുള്ള ആൾക്കാർ കഴിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അതിന് ഒരു കുഴപ്പവും ഒരു BJP-യുടെ ആളും ഇവിടെ പറഞ്ഞിട്ടില്ലെന്നേ. അതായത് ഇവിടെ ഒരു ബീഫ് വിവാദം കൊണ്ടുവന്ന് BJP-ക്കാർക്ക് എന്താ പറയുക, ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വെറുപ്പ് അത് BJP-യിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണിത്. അല്ലാതെ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ സിനിമ തന്നെ വന്നപ്പോൾ വലിയ വിവാദം വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അതിനെയൊക്കെ BJP, പ്രത്യേകിച്ച് കേരളത്തിന് ദോഷകരമാകുന്ന പരാമർശം ഉണ്ടെന്ന് കോടതി പോലും പറയുന്ന ഒരു സിനിമയെ BJP സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പ്രചരണമുണ്ട്. അല്ല, പ്രചരണം എന്ത് വേണമെങ്കിലും നടത്താം. പക്ഷെ കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും ജഡ്ജിമാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതിവാണ്. കോടതിയെ ചില പ്രത്യേക പേരിട്ട് വിളിക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത നേതാവ് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു വ്യക്തി ആ വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മൂവ്മെൻറ്റുകൾക്കനുസരിച്ച് അവർ അവരുടെ ഭക്ഷണത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഇപ്പം ഞാനൊരു BJP-കാരിയാണ്. ഞാനാണോ വേറൊരാളുടെ ഭക്ഷണം തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ ഭക്ഷണത്തെക്കുറിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്പർദ്ധ അത് കേരളത്തിൽ ആസൂത്രിതമായി നടത്താൻ വേണ്ടിയിട്ട് DYFയുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായി. അന്ന് DYFയുടെ വലിയ നേതാവായിരുന്നു ഇപ്പോഴത്തെ മന്ത്രി MB രാജേഷ്, നമുക്ക് ഓർമ്മയുണ്ടാവും. അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ വേവിക്കുന്നു, ആളുകൾക്ക് കൊടുക്കുന്ന. എന്താണ് അതിൻ്റെ ആവശ്യം? ഓരോ വ്യക്തിയുടെയും അടുക്കള അവരവരുടേതാണ്, ഓരോ വ്യക്തിയുടെയും ശരീരം അവരവരുടേതാണ്. ബീഫിനെതിരല്ല. അല്ല, ഞങ്ങൾ അങ്ങനെ എവിടെയും ഒരു നേതാവും പറഞ്ഞിട്ടില്ല, ഒരു നേതാവും അങ്ങനെ ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ ഞങ്ങൾ പശുവിനെ, ഗോമാതാവിനെ പൂജിക്കുന്ന ആളുകളാണ്. അതിനെ പലരും ഞങ്ങളുടെ മുന്നിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേരിലൊക്കെ ഉത്തരേന്ത്യയിൽ ഒരുപാട് കലാപങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ബീഫ് ഉപയോഗിക്കുന്ന അല്ലെ പശുവിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ്. അല്ല, ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവത്തെ, എവിടെയെങ്കിലും നടന്ന ഒരു സംഭവത്തെ BJP-യുടെ തലയിൽ എങ്ങനെ ഇടാൻ സാധിക്കും? അത് BJP-യോ RSS അതിൽ ഇടപെടൽ നടത്തി എന്ന് പോലും തെളിയിക്കുന്നതിന് മുൻപാണ് അത് തലയിൽ കെട്ടിവെക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ കാണുന്ന നമ്മുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് പുല്ലിനെയും പുഴുവിനെയും പുൽച്ചാടിയെയും മലനിരകളെയും വെള്ളത്തെയും ഗോമാതാവിനെയും പൂജിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ രാജ്യത്തുണ്ട്. അത് അവർ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല. നോർത്ത് ഇന്ത്യയിൽ പശുക്കുട്ടിയെ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പശുക്കുട്ടിക്ക് സിന്ദൂര പൊട്ട് ചാർത്തിയിട്ടാണ് ആ വീട്ടിലെ അമ്മ നെറ്റിയിൽ പൊട്ട് തൊടുന്നത്. അത് അവരുടെ കൾച്ചറാണ്, അവരുടെ ആചാരമാണ്. ഇതൊക്കെ എന്തിനാണ് വിവാദമാക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെല്ലാം അകത്തായെന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഒരിക്കലുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന റോള് വഹിച്ച മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള, ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്ത് സുഖകരമായിട്ട് വിഹരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനം പ്രതീക്ഷിച്ചു കോടതി നിരീക്ഷണത്തിൽ നല്ല ഒരു മേൽനോട്ടത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ, SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പലരെയും ജയിലഴികൾക്കകത്താക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ സംഭവിച്ചത് SITയെ ഇപ്പം മരവിപ്പിച്ചു. ഏത് നിമിഷമാണോ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഏത് നിമിഷമാണോ, പിന്നെ എന്തിനാണ് SITയുടെ ഉദ്യോഗസ്ഥന്മാർ തന്ത്രിയെ
ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ തന്ത്രിയുടെ കുറ്റം രേഖപ്പെടുത്തുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്തത്? എന്തിനാണ് അതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഏറ്റവും വലിയ ക്രിമിനലിനെ അവർ അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അടുത്തു ചെല്ലാനുള്ള സൗകര്യമൊരുക്കി കൊടുത്തത്? എന്നാൽ എല്ലാവരുടെയും കണ്ണ് കെട്ടിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ കടകംപള്ളിയെ മാത്രം ചോദ്യം ചെയ്യാൻ പോയത്? നമ്മൾ ആരും മാധ്യമപ്രവർത്തകർ പോലും അറിയാതെ പോയത്. അപ്പം കടകംപള്ളിയിലേക്ക് ചോദ്യം ചെയ്യലെത്തിയപ്പോൾ, അടൂർ പ്രകാശിലേക്ക് ചോദ്യം ചെയ്യലെത്തിയപ്പോൾ, അതുപോലെ തന്നെ സോണിയ മാഡത്തിലേക്ക്, ആ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നെത്തിയത് KC വേണുഗോപാലിലൂടെയാണ് എന്നുള്ളത് വരെ പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ മാറി. കാരണം ഇതിൽ രണ്ടു കൂട്ടരും പ്രതിപട്ടികയിൽ വരും എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ SITയെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോടതിയോടുള്ള എൻ്റെ അപേക്ഷ, പ്രതികൾ പുറത്താണോ? തീർച്ചയായിട്ടും കോടതിയോടുള്ള അപേക്ഷ എന്ന് പറയുന്നത് അന്വേഷണം നടത്തുന്നതും അവരുടെ ഭാഗത്തു നിന്ന് വന്ന ചോദ്യം ചെയ്യലിൻ്റെ റിസൾട്ടും അടിയന്തരമായി കോടതി ചോദിച്ചു വാങ്ങണം. ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതലക്കാരെ ശബരിമലയിൽ തൊണ്ടി മുതൽ കിട്ടുന്നത് വരെ, ഈ കളവ് മുതൽ കിട്ടുന്നത് വരെ, ഇതിൻ്റെ ഒറിജിനൽ ആളുകൾ അകത്താകുന്നത് വരെ കടക്കാൻ അനുവദിക്കരുത് എന്ന് കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് എത്ര സീറ്റ് കിട്ടും? ഞങ്ങൾ കേരളത്തിൽ NDAയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം നടത്തും. ആ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. അവരോട് ആവശ്യപ്പെടും, അവരോട് ഞങ്ങൾ ചോദിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ഈ നാടിനെ ഞങ്ങൾ വികസന അജണ്ടയിലൂടെ മാറ്റിത്തരാം. ഞങ്ങൾ അതിന് ഒരു ബ്രീഫ് പദ്ധതി ഉണ്ടാക്കും. BJPയിൽ പ്രവർത്തിക്കുന്നവരുടെ കഴിവും പ്രാപ്തിയും മാത്രമല്ല, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ അഭിപ്രായം പറയും. അതുപോലെ തന്നെ പുറത്തുള്ള വലിയ കാർഷിക മേഖലയിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകൾ അഭിപ്രായം പറയും, ടെക്നോളജിസ്റ്റുകൾ അഭിപ്രായം പറയും, ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായം പറയും, വിദ്യാർത്ഥികൾ അഭിപ്രായം പറയും. ഒരു ജനസഭ നമ്മൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഞങ്ങൾ 41 ദിവസം എങ്ങനെയാണ് കേരളം ഭരിക്കേണ്ടത്, അത് കഴിഞ്ഞ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ജനങ്ങളോട് ചോദിച്ചുകൊണ്ടുള്ള ഒരു ജനായത്ത സഭയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും പ്രതീക്ഷകൾ സഫലമാകട്ടെ. എല്ലാ ആശംസകളും. നമസ്തേ.